മണ്ണ് പൊന്നാണ്. എന്നാൽ മണ്ണിനെ പൊന്നാകണമെങ്കിൽ ശരിയായ അറിവും പിന്തുണയും ആവശ്യമാണല്ലേ? അങ്ങനെ കൃഷിയെ ഇഷ്ടപ്പെടുന്നവർക്കും ജൈവവള കൃഷി രീതിയിലൂടെ പുതിയൊരു സംരംഭം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും എല്ലാ പിന്തുണയും നൽകുന്ന അഗ്രോ ബയോടെക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഇന്ന് കമ്പോളം എന്ന സെഗ്മെന്റിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. നമസ്കാരം, എൻ്റെ പേര് റിയാസ് എന്നാണ്. ഞാൻ ABS പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. ഞാനിവിടെ വന്നിട്ടുള്ളത് നിങ്ങൾക്കുള്ള ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയുമായിട്ടാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പല ആൾക്കാരും എന്ത് ബിസിനസ് ചെയ്യണം എന്നുള്ള ഭയങ്കര കൺഫ്യൂഷനിലാണ്. അതായത് നമ്മുടെ ടെക്നോളജി ബേസ് ചെയ്ത് AI ബേസ് ചെയ്ത് പല ബിസിനസ്സുകളും പെട്ടെന്ന് തന്നെ മാറിപ്പോകുന്നൊരു സംവിധാനമാണുള്ളത്. അങ്ങനെ നോക്കുമ്പോഴേക്കും നമുക്ക് ഏറ്റവും നല്ല ബിസിനസ്സായി വരുന്നത് നമ്മുടെ കൃഷി തന്നെയാണ്. എവർഗ്രീനായി എപ്പോഴും നിൽക്കുന്ന ഒരു സംവിധാനം എന്ന് പറയുന്നത് കൃഷിയാണ്. അതിപ്പോൾ കോവിഡ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും എന്ത് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും യുദ്ധം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും കൃഷിയില്ലാത്തൊരു പരിപാടി മുമ്പിലോട്ട് നോക്കാനേ നമുക്ക് പറ്റുന്ന ഒരു സംവിധാനമല്ല. അപ്പോൾ അതിലേക്ക് വേണ്ട ഒരു ഓപ്പർച്യൂണിറ്റിയുമായാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ കൃഷിയിൽ നിന്ന് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ കൃഷിയിൽ ഏറ്റവും നല്ല ബെനിഫിറ്റായി നടക്കുന്ന ഒരു സംവിധാനം എന്ന് പറയുന്നത് സ്മാർട്ട് കൃഷിയാണ്. എന്താണ് ഈ സ്മാർട്ട് കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ല ഓർഗാനിക്കായിട്ട് കൃഷി ചെയ്യാം. അതുകൂടാതെ ടെക്നോളജി ബേസ് ചെയ്ത് കൃഷി ചെയ്യാം. ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഹീൽഡ് ഉൽപ്പാദിപ്പിക്കാം. ഇതൊക്കെയാണ് സ്മാർട്ട് കൃഷിയിലെ ഏറ്റവും നല്ല ആശയങ്ങളായി വരുന്നത്. അതിന് വേണ്ട ആദ്യ സംവിധാനം എന്ന് പറയുന്നത് മണ്ണ് ടെസ്റ്റ് ചെയ്യലാണ്, സോയിൽ ടെസ്റ്റ് ചെയ്യലാണ്. സ്മാർട്ട് കൃഷി ചെയ്യുമ്പോൾ എപ്പോഴും ആദ്യം മണ്ണ് ടെസ്റ്റ് ചെയ്ത് വേണം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ. അതിനിപ്പോൾ നിലവിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ഇപ്പോൾ ഗവൺമെൻറ് തലത്തിൽ ലാബുകൾ ഉണ്ടെങ്കിലും അത് കർഷകർക്ക് യൂട്ടിലൈസ് ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ കാലതാമസം മുഖേന അത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഓരോ പഞ്ചായത്തുകളിലും നമുക്ക് ഈ ലാബുകൾ, അതായത് സോയിൽ ടെസ്റ്റ് ചെയ്യാനുള്ള ലാബുകൾ തുടങ്ങാനുള്ള ഒരു അവസരമാണ് നമ്മൾ മുമ്പിലേക്ക് വെക്കുന്നത്. അതിനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പഞ്ചായത്തിൽ വളരെ ചുരുങ്ങിയ ഒരു സ്ഥലം ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ ആ സ്ഥലം നമുക്ക് ആ ലാബായി കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതിന് അവർക്ക് കൃഷിയുമായി യാതൊരു ബന്ധമില്ലെങ്കിലും ക്വാളിഫൈഡ് അല്ലെങ്കിലും അതിന് വേണ്ട ട്രെയിനിങ്ങുകളും അതുകൂടാതെ നമുക്ക് വേണ്ട എല്ലാ ടെക്നോളജി ബേസ് ചെയ്ത എല്ലാ കാര്യങ്ങളും ലാബ് സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ABS ഏറ്റെടുത്ത് ചെയ്യുന്നതായിരിക്കും. അതിന് വേണ്ട ഒരു സൊല്യൂഷനാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഒരു ലാബ് നമ്മളൊരു സ്ഥലത്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടെ ആ കർഷകർ നമുക്ക് മണ്ണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വരും. മണ്ണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ നമുക്ക് ആ മണ്ണ് ടെസ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം അവർക്ക് വളങ്ങൾ ആവശ്യം വരും. അതിന് വേണ്ട വളങ്ങൾ നമ്മൾ അവർക്ക് സൊല്യൂഷനായി കൊടുക്കുന്നതായിരിക്കും. ഏത് വളങ്ങൾ വേണമെങ്കിലും നമുക്കതിൽ അവർക്ക് കൊടുക്കാൻ പറ്റും. അതുകൂടാതെ ഈ വരുന്ന ആൾക്കാർക്ക് മണ്ണ് ടെസ്റ്റ് ചെയ്തു, വളങ്ങൾ കിട്ടി, പിന്നെ വേണ്ടത് അവർക്ക് അഗ്രി ടൂളുകളാണ്. അതിപ്പോൾ നമുക്ക് സിറ്റികളിലാണെങ്കിൽ എയർപോർട്ട്, വാട്ടർ പോട്ട്, ഇങ്ങനെയുള്ള മെയിൻ ഐറ്റംസുകളായിരിക്കും. നേരെ മറിച്ചിട്ട് അത് ഗ്രാമങ്ങളിലേക്ക് പോകുമ്പോഴേക്കും മമ്പട്ടി, കൈക്കോട്ട്, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ആ കടകളിലേക്ക് വെച്ചിട്ട് അത് മൂന്നാമത്തെ ഒരു ഓപ്ഷനായി നമുക്ക് കൊടുക്കാൻ പറ്റും. മണ്ണ് ടെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളായാലും വളങ്ങൾ വിൽക്കുന്ന കാര്യങ്ങളായാലും പിന്നെ നമുക്ക് അഗ്രി ടൂളുകൾ കൊടുക്കുന്ന കാര്യങ്ങളായാലും എല്ലാ കാര്യങ്ങളും നമുക്ക് അതിൽ നിന്ന് കൊടുത്ത് നമുക്ക് ആ തുടങ്ങുന്ന ഒരാളിലേക്ക് നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സായി നമുക്കത് മാറ്റാൻ പറ്റും. അതിന് വേണ്ട ഒരു സംവിധാനമാണ് നമ്മൾ ഒരുക്കി കൊടുക്കുന്നത്. എസ്പെഷ്യലി ഈ സമയങ്ങളിൽ ഇപ്പോൾ വാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല ആൾക്കാരും നമ്മളായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. അതായത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് എല്ലാവരും തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അവരെന്ത് ചെയ്യണം എന്ന് പറഞ്ഞ് ഇങ്ങനൊരു പാനിക്കായ ഒരു സിറ്റുവേഷനിൽ നമ്മളെ പല ആൾക്കാരും വിളിച്ച് തുടങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കൃഷി സേവാ കേന്ദ്രം, അതായത് നമുക്ക് ഓരോ പഞ്ചായത്തുകളിലും ഒരു കൃഷി സേവാ കേന്ദ്രം തുടങ്ങി അവർക്ക് വേണ്ട മണ്ണ് ടെസ്റ്റ് ചെയ്ത് അവർക്ക് വേണ്ട വളങ്ങൾ കൊടുത്ത് അവർക്ക് വേണ്ട അഗ്രി ടൂളുകൾ കൊടുത്ത് അവർക്ക് വേണ്ട ട്രെയിനിങ്ങുകൾ കൊടുത്ത് നമുക്ക് കാർഷിക സെമിനാറൊക്കെ ചെയ്ത് നമുക്കത് മുമ്പിലോട്ട് കർഷകർക്കും ആ തുടങ്ങുന്ന ആൾക്കാർക്കും വ്യക്തമായ ഒരു രീതിയിൽ നമ്മൾ തുടങ്ങുന്ന ഷോപ്പുകൾ നമുക്കിപ്പോൾ കർഷകർക്ക് ഒരു ഉപകാരപ്പെടുന്ന രീതിയിലും ആ തുടങ്ങുന്ന ആൾക്കാർക്ക് ഒരു ബെനിഫിറ്റ്, അതായത് ഒരു ചുരുങ്ങിയ മൂലധനത്തിൽ നല്ലൊരു വരുമാനം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും. ഇങ്ങനെയുള്ള രീതിയിലുള്ള ഒരു ബിസിനസ് നിങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടുകളും ഞങ്ങൾ തരുന്നതായിരിക്കും. ഓരോ പഞ്ചായത്തിലും നമ്മൾ കാർഷിക സേവാ കേന്ദ്രങ്ങൾ തുടങ്ങാമെന്ന് പറഞ്ഞു. ഈ കാർഷിക സേവാ കേന്ദ്രങ്ങൾ തുടങ്ങുമ്പോൾ
അതിൽ നമ്മൾ മണ്ണ് ടെസ്റ്റ് ചെയ്ത് കർഷകർക്ക് കൊടുക്കും, ലാബ് സെറ്റ് ചെയ്ത് മണ്ണ് ടെസ്റ്റ് ചെയ്ത് കൊടുക്കും. അതുകൂടാതെ മണ്ണ് ടെസ്റ്റ് ചെയ്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് വളങ്ങൾ ആവശ്യമാണ്. ആ വളങ്ങളാണ് നമ്മൾ എല്ലാ തരത്തിലുള്ള വളങ്ങളും നമ്മൾ ഇവർക്ക് കൊടുക്കും. ഈ ലിക്വിഡ് ഐറ്റംസ് ഉണ്ട്, നമ്മുടെ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ഉണ്ട്. അതായത് നമ്മുടെ എല്ലാ ക്രോപ്സിനും വേണ്ട എല്ലാ വളങ്ങളും ലിക്വിഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ നിന്ന് കൊടുക്കാൻ പറ്റും. അതുകൂടാതെ ഞാൻ പറഞ്ഞു നഗരമേഖലയിലാണെങ്കിൽ അഗ്രി ടൂളുകൾ പറഞ്ഞു. ഈ എയർപോർട്ടുകൾ നമ്മളെ ഫ്ലാറ്റുകൾ, ഈ ടൗണുകൾക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. പിന്നെ നമ്മളെ വാട്ടർ പോട്ടുകളാണ് ഇത്. ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ നഗരങ്ങളിൽ ഉപയോഗിക്കും. ഇനി അത് നമുക്ക് ഗ്രാമങ്ങളിലേക്കാണെങ്കിൽ ഗ്രോ ബാഗുകൾ, പിന്നെ മമ്പട്ടി, കൈക്കോട്ട്, പിന്നെ ഇങ്ങനെയുള്ള അഗ്രി ടൂളുകൾ, ആ ടൂളുകളും നമ്മൾ ഇതിലൂടെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതുകൂടാതെ ഞാൻ പറഞ്ഞ മണ്ണ് ടെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളും കൂടിയാണ് ചെയ്യുന്നുള്ളത്. ഞാൻ ഈ സ്ഥാപനത്തിലേക്ക് എത്താനുള്ള കാരണം എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം സ്വദേശം കാസർഗോഡാണ്. കാസർഗോഡ് 2010 മുതൽ എനിക്കൊരു ഫാമുണ്ട്. ആ ഫാം മിക്സ്ഡ് ഫാമാണ്, എല്ലാ ഐറ്റംസും ഉള്ള മിക്സ്ഡ് ഫാമാണ്. അവിടെ നമ്മൾ എന്ത് കൃഷി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്കത് വിജയിപ്പിക്കാൻ പറ്റാത്ത രീതിയിലാവുമ്പോൾ ഞാൻ കാസർഗോഡ് നിന്നും കോട്ടയത്ത് MG യൂണിവേഴ്സിറ്റിയിൽ കൃഷി എന്താണെന്ന് പഠിക്കാൻ വേണ്ടി പോയതാണ്. അവിടെ പോകുമ്പോൾ നമുക്ക് ഡിപ്ലോമ കോഴ്സും സർട്ടിഫൈഡ് കോഴ്സും 2 കോഴ്സുകളാണ് അവിടെ ഉള്ളത്. 30 ആഴ്ചയും 20 ആഴ്ചയും ചേരുന്ന 2 കോഴ്സുകളും നമ്മളത് കംപ്ലീറ്റ് ചെയ്തു. കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ ചെയ്യുന്നതൊന്നല്ല കൃഷി ശാസ്ത്രീയമായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും. അതിൻ്റെ ഒരു പ്രചോദനം ഉൾക്കൊണ്ട് ഞാൻ 2014 മുതൽ ഛത്തീസ്ഗഡിൽ ഇഞ്ചി കൃഷി സ്റ്റാർട്ട് ചെയ്തു. അതും ഈ നല്ല വിളവായിരുന്നു, നല്ല രീതിയിൽ നമുക്ക് കൃഷി ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റി. എൻ്റെ കാസർഗോഡിലെ ഫാം നല്ല രീതിയിൽ വിജയിപ്പിക്കാൻ പറ്റി. അങ്ങനെ ഞാൻ ഇത് നമ്മുടെ ജനങ്ങളിലേക്കും കൂടി എത്തിക്കണം എന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ടായി. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എറണാകുളത്ത് വരുന്നതും നമ്മുടെ ഇവിടെ പെരുമ്പാവൂർ ഒരു ഫാക്ടറി സെറ്റ് ചെയ്യുന്നതും ഇവിടെ നമ്മൾ ജൈവവള ഉൽപ്പാദനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതും. ഈ ജൈവവളങ്ങൾ ഉൽപ്പാദിപ്പിച്ച് ഇന്നിപ്പോൾ കേരളത്തിൽ നമുക്ക് കെയ്ക്കോ, റെയ്ഡ്കോ, VFPCK മുതലായ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് നമ്മൾ സാധനങ്ങൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൂടാതെ കോപ്പറേറ്റീവ് ബാങ്കുകൾ 60ഓളം കോപ്പറേറ്റീവ് ബാങ്കുകളിലേക്ക് നമ്മൾ സാധനങ്ങൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് വരെയുള്ള വളക്കടകൾ ഏകദേശം 170ഓളം വളക്കടകളിലേക്ക് നമ്മൾ ഈ സാധനങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൂടാതെ നമുക്കിപ്പോൾ കൃഷി സേവാ കേന്ദ്രം നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കർഷകർക്ക് വേണ്ടി. അതിൽ മണ്ണ് ടെസ്റ്റ് ചെയ്യലും വളങ്ങളും പിന്നെ അഗ്രി ടൂളുകളും എല്ലാം കൊടുക്കുന്ന സംവിധാനം നമ്മളിപ്പോൾ വീണ്ടും പുതിയ രീതിയിലൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ABS ജനങ്ങളുടെ മുമ്പിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുള്ളത്, നിലവിലിപ്പോൾ എത്തിച്ചു കൊടുക്കുന്നുള്ളത്. നിലവിലിപ്പോൾ നമ്മൾ കർഷകർക്കുള്ള സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീഡിയോസ് മുഖേന ആൾക്കാർ ഇങ്ങോട്ട് വിളിക്കുന്നുണ്ട്. അതുകൂടാതെ വളക്കടകൾ, അതായത് 170-180ഓളം വളക്കടകളുണ്ട്. അവർ നമ്മളെ വിളിച്ച് എൻക്വയറി ചെയ്യുന്നുണ്ട്. അവർക്ക് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ബൾക്കായിട്ടാണെങ്കിൽ നമ്മൾ ട്രക്ക് വഴി നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇനി ചെറിയ സാധനങ്ങളാണെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ഇല്ലെങ്കിൽ കൊറിയർ സർവീസ് മുഖേന നമ്മൾ എല്ലാവരുടെ വീടുകളിലേക്കും ഈ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന സംവിധാനങ്ങളാണ് നിലവിൽ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത്. കൃഷിയുടെ ആദ്യ പാഠം എന്ന് പറയുന്നത് മണ്ണ് ടെസ്റ്റ് ചെയ്യലാണ്. ഈ മണ്ണ് ടെസ്റ്റ് ചെയ്യുന്ന പരിപാടി നിലവിൽ ഒരു കർഷകനും ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. ആ സംവിധാനമാണ് നമ്മളിപ്പോൾ കേരളത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്നുള്ളത്. ആദ്യ പാഠം കൃഷിയുടെ മണ്ണ് ടെസ്റ്റ് ചെയ്ത് വേണം കൃഷി സ്റ്റാർട്ട് ചെയ്യാമെന്നാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മണ്ണ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചെയ്യാൻ പോകുന്ന കൃഷിക്ക് അനുയോജ്യമാണോ ഇല്ലയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ആ മണ്ണിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ, വളങ്ങൾ, എന്തൊക്കെ വളങ്ങൾ അതിൽ അടങ്ങിയിരിക്കുന്നുണ്ട്, ആ വളങ്ങൾ പിന്നെ നമുക്ക് ആ കൃഷിയിലേക്ക് ഉപയോഗിക്കേണ്ട ആവശ്യം വരില്ല. മണ്ണിൽ ഓൾറെഡി അതുള്ളതാണ്. പിന്നെ അപ്പോൾ കൃഷി നമുക്ക് ലാഭകരമാക്കാൻ പറ്റും. പിന്നെ നമുക്ക് അതിൽ എന്തൊക്കെയാണ് മൂലങ്ങൾ കുറവുള്ളത് അതിന് നമുക്ക് സപ്ലിമെൻ്റായോ അല്ലെങ്കിൽ വളങ്ങളായോ നമുക്ക് അഡീഷണലായിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കൃഷിയുടെ ഹീൽഡ് വർദ്ധിപ്പിക്കാൻ പറ്റും. അപ്പോൾ കർഷകന് കൃഷി വിജയകരമായിട്ട് രീതിയിൽ നമുക്ക് പൂർത്തിയാക്കണമെങ്കിൽ ആദ്യ പടി എന്ന് പറയുന്നത് മണ്ണ് ടെസ്റ്റ് ചെയ്യലാണ്. ആ ടെസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റുന്നതിനുള്ള ഒരു സഹായം, ഒരു സപ്പോർട്ടാണ് ABS ഇപ്പോൾ കേരളത്തിലെ കർഷകർക്ക് മുമ്പിൽ വെക്കാൻ വേണ്ടി പോകുന്നത്. ഇതിനുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഓരോ പഞ്ചായത്തുകളിലും നമ്മൾ ABS ഇത് ആൾക്കാരും കൂടി താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഈ സ്റ്റാർട്ട് ചെയ്യുന്ന സംവിധാനത്തിൽ അന്ന് തന്നെ, അതായത് ഇന്നിപ്പോൾ ഒരു സാമ്പിൾ ടെസ്റ്റ് വരികയാണെങ്കിൽ അതിൻ്റെ 14 മൂലകങ്ങളും PH മുതൽ ഓർഗാനിക് കാർബൺ മുതൽ NPK, നമുക്ക് സൾഫർ, എല്ലാ കാര്യങ്ങളും, മഗ്നീഷ്യം, എല്ലാ കാര്യങ്ങളും 14 മൂലകങ്ങളും ടെസ്റ്റ് ചെയ്യുന്ന റിസൾട്ടുകൾ അന്ന് രാവിലെ സാമ്പിൾ തന്നു കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും കർഷകർക്ക് റിസൾട്ട് കൊടുക്കുന്ന രീതിയിലേക്കാണ് ഈ സംവിധാനം നമ്മൾ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്.
അഗ്രോ ബയോടെക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ വിശേഷങ്ങളെല്ലാം നമ്മൾ കണ്ടറിഞ്ഞല്ലോ. ഇനി ഇതുപോലുള്ള കമ്പനിയുടെ വിശേഷങ്ങളുമായി കമ്പോളത്തിന്റെ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.